തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുമ്പേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. 40 മുതൽ 45 വരെ സ്ഥാനാർത്ഥികളെ ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. 20 സിറ്റിംഗ് MLA-മാർക്ക് പുറമെ സംവരണ മണ്ഡലങ്ങളിലെയും വനിതകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയാകും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേരുകൾ കേന്ദ്രീകരിച്ച് അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് KC ജോസഫ്, PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇളവ് നൽകാത്ത സാഹചര്യമുണ്ടായാൽ MK രാഘവൻ MPയും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചേക്കും. K സുധാകരന്റെ പകരക്കാരനായി അവസാന നിമിഷം വരെ സാധ്യത കൽപ്പിച്ചിരുന്ന ആന്റോ ആന്റണി MPക്ക് ഇത്തവണ രാഷ്ട്രീയ വിവാദങ്ങളാണ് സ്ഥാനലബ്ധിക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ബെന്നി ബെഹനാനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യത വിരളമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സണ്ണി ജോസഫിന് പകരം ആർക്ക് ചുമതല നൽകുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം കോൺഗ്രസ്. പല മുതിർന്ന നേതാക്കളും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട് എന്നതാണ് വെല്ലുവിളി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം തന്നെ ഈ അധ്യക്ഷ പ്രഖ്യാപനവും ഉണ്ടാകും. മുമ്പ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ചില പ്രധാന പേരുകാരൊക്കെ ഈ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്ക് നോക്കാം എന്താണ് ഈ ചർച്ചകൾ, ഇതിൻ്റെ സാധ്യതകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഡാൻ, പുതിയ KPCC അധ്യക്ഷൻ വരണം, പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, മുമ്പ് നമുക്കറിയാം MM ഹസനെ താൽക്കാലിക അധ്യക്ഷനായ ചുമതല നൽകിയതിന് ശേഷം അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റാൻ പോലും വലിയ പാടുപെടേണ്ടി വരുന്നു. അപ്പോൾ ഇത്തവണ സണ്ണി ജോസഫിന് പകരക്കാരനായി കണ്ടെത്തുന്നയാൾ ഒരു പക്ഷേ തുടരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വളരെ സാമുദായിക ഇക്വേഷൻസ് ഒക്കെ പാലിച്ചു വേണം താനും. അങ്ങനെയല്ലേ സാഹചര്യം? അതായത് വരുന്ന ഫെബ്രുവരി 22-ാം തീയതി നിർണായകമായ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ വെച്ച് ചേരുന്നുണ്ട്. മൻസൂർ മിസ്ത്രി ഉൾപ്പെടെയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ, അതോടൊപ്പം ഹൈക്കമാൻഡിൻ്റെ മറ്റ് പ്രതിനിധികളൊക്കെ ഈ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ വെച്ച് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ 22-ാം തീയതിയോ അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളിലോ ഉണ്ടായേക്കാം. അങ്ങനെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ സിറ്റിംഗ് MLA-മാരുടെയും അതോടൊപ്പം തന്നെ സംവരണ മണ്ഡലങ്ങളിലെയും അതോടൊപ്പം വനിതാ സ്ഥാനാർത്ഥികളെ ഇവരെ ആയിരിക്കാം ഒരുപക്ഷെ 40 അല്ലെ 45 പേരടങ്ങുന്ന ഒരു പട്ടികയായിരിക്കാനാണ് സാധ്യതയെന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്നടക്കം ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ അവിടെ പേരാവൂരിൽ നിന്ന് നിലവിലെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് താൽക്കാലിക ചുമതല കൈമാറണോ അതോ ഒരു KPCCയുടെ മുഴുവൻ ചുമതലയും നൽകിക്കൊണ്ട് ഒരു പൂർണ്ണസമയ അധ്യക്ഷനെ നിയോഗിക്കണോ എന്ന തരത്തിലേക്കൊക്കെ ചർച്ചകൾ മാറിയത്. ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് താൽക്കാലിക ചുമതലയ്ക്കപ്പുറത്തേക്ക് ഒരു പൂർണ്ണസമയ ചുമതല നൽകുന്ന തരത്തിൽ തന്നെയായിരിക്കും KPCC അധ്യക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുകയെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പിടിവലി അല്ലെങ്കിൽ അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല മുതിർന്ന നേതാക്കളും നേരത്തെ ചർച്ചകളിൽ പേരുകൾ സജീവമാവുകയും പിന്നീട് തഴയപ്പെട്ടു പോവുകയും ചെയ്ത പല പേരുകളും ഇപ്പോൾ ഈ ചർച്ചകളിൽ ഇടം പിടിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത് സംസ്ഥാനത്ത് നിന്ന് തന്നെ KC ജോസഫ്, അതോടൊപ്പം PJ കുര്യൻ, അതോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത്. അതേസമയം MPമാർക്ക് മത്സരിക്കാൻ ഇളവ് നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ വന്നാൽ കോഴിക്കോട് നിന്നുള്ള MK രാഘവൻ MPയുടെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രചാരണ കമ്മിറ്റിയുടെയും അതോടൊപ്പം പ്രകടന പത്രികാ കമ്മിറ്റിയുടെയും ഒക്കെ ലിസ്റ്റ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തും ഉപാധ്യക്ഷ സ്ഥാനത്തുമുള്ള ബെന്നി ബെഹനാനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും ഇനി KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഒരു സംശയമുണ്ട് സംസ്ഥാനത്ത്. എന്തായാലും ഒരു മുഴുവൻ സമയ ചുമതല നൽകുന്ന തരത്തിലായിരിക്കും അധ്യക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് അധ്യക്ഷ സ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായ അതൊരു ചരിത്രമാകും. കാരണം ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ഒരാൾ KPCCയുടെ അമരത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാനങ്ങളേറെയാണ്. അത് വലിയ തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒന്നായി മാറുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ. എന്തായാലും ചർച്ചകൾ അത്തരത്തിൽ തുടരുകയാണ്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും നിലവിലെ KPCC
സി അധ്യക്ഷനും ഒക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടി നിർണായകമാകും. അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടായിരിക്കും ദേശീയ നേതൃത്വം വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ സ്ഥാനത്തിന് വേണ്ടി ഇതിനോടകം തന്നെ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് പല മുതിർന്ന നേതാക്കളും രംഗത്തെത്തിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് ആന്റോ ആന്റണി എം പിക്കാണ്. കാരണം ഒരിക്കൽ അദ്ദേഹം കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറിയപ്പോൾ കപ്പിനും തുണ്ടിനുമിടയിൽ അധ്യക്ഷ സ്ഥാനം നഷ്ടമായ എം പിയാണ്, മുതിർന്ന നേതാവാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള. സാമുദായിക സമവാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആന്റോ ആന്റണിയുടെ പേരെന്ന് ഉയർന്നു കേട്ടത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് ആ സ്ഥാനം അപ്രതീക്ഷിതമായി നഷ്ടമായി. അദ്ദേഹത്തിന് തന്നെയായിരുന്നു ആദ്യ പരിഗണന. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ, ആ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോഴും ആന്റോ ആന്റണിക്ക് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി തീർത്തിരിക്കുന്നത്. എന്തായാലും ദേശീയ നേതൃത്വം വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമായി മാറും. 22-ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നതിന് പിന്നാലെ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനും അതിന് തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ ആരാകണമെന്ന കാര്യം പരസ്യപ്പെടുത്താനുമുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്ന വിവരങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ഡാൻ, ഈ സണ്ണി ജോസഫ് കെ സുധാകരന് ശേഷം സണ്ണി ജോസഫ് വരുന്നത് അത്ര KPCCയുടെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലെ അത്ര പ്രമുഖനൊന്നും അല്ലായിരുന്നല്ലോ സണ്ണി ജോസഫ്. അദ്ദേഹം KPCC അധ്യക്ഷനാകുന്നു. ഒരുപക്ഷെ കെ സുധാകരൻ്റെ നോമിനി എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ആ പദവിയിലേക്ക് വരുന്നു. ഇനി നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു UDF മിനിസ്ട്രി ഉണ്ടായാൽ സണ്ണി ജോസഫിനെ മന്ത്രിസഭയിൽ എടുക്കേണ്ട സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുമല്ലോ. അതുകൊണ്ട് കൂടിയാണോ സണ്ണി ജോസഫ് ഇനി KPCC അധ്യക്ഷ പദവിയിലേക്ക് ആ തരത്തിൽ മടങ്ങി വരാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ നടത്തേണ്ടി വരിക? അതായത് സണ്ണി ജോസഫിന് അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ വ്യക്തിപരമായി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ആ ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരൊക്കെ നൽകിയിരുന്ന വിവരങ്ങൾ. അദ്ദേഹം അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസ് നേതൃത്വം വലിയ തരത്തിൽ ഈ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ചില നീക്കങ്ങളാണ് സണ്ണി ജോസഫിലേക്ക് അവസാനം എത്തിയത്. അതായത് കെ സുധാകരൻ്റെ ഒരു വിശ്വസ്തനായാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ സുധാകരന് കൂടി താല്പര്യമുള്ള ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് വരട്ടെ, അതല്ലെങ്കിൽ അത് മറ്റ് തർക്കങ്ങൾക്ക് വഴിവെക്കും, അത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടിക്ക് തിരിച്ചടിയായി മാറുമെന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് എന്ന പേരിലേക്ക് അവസാനം എത്തിയത്. കാരണം സണ്ണി ജോസഫ് അതിനുവേണ്ടി പ്രത്യേക സമ്മർദ്ദങ്ങളൊന്നും നേതൃത്വത്തിന് മുമ്പിൽ അന്ന് ചെലുത്തിയിരുന്നില്ല. എന്തായാലും അദ്ദേഹം നിലവിൽ പേരാവൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കുകയും UDF മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായി മന്ത്രിസഭയിൽ സണ്ണി ജോസഫും ഇടം പിടിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷൻ്റെ ചുമതല ഒരു മുഴുവൻ സമയ ചുമതലയായി തന്നെ മറ്റൊരാളിലേക്ക് കൈമാറുക എന്നൊരു ചർച്ചകൾ പുരോഗമിക്കുന്നത്. അവിടെ കോൺഗ്രസിനെ നമുക്കറിയാം ഈ നേതാക്കളുടെ സീനിയോറിറ്റി, പ്രവർത്തന മികവ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് ചില സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള നിർണായകമായ പോസ്റ്റുകളിലേക്ക്, കീ പോസ്റ്റുകളിലേക്ക് അവർ വ്യക്തികളെ സ്ഥാനങ്ങളിലേക്ക്, പദവികളിലേക്ക് നിയോഗിക്കാറുള്ളൂ. അവിടെയാണ് ഈ പല പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ ഏത് പേരിനാകും മുൻഗണന നൽകുക എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. കാരണം 3 MP-മാർക്ക് ഇളവ് നൽകിയേക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ 3 MP-മാർക്ക് ഇളവ് നൽകുമ്പോൾ അതിൽ UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശിൻ്റെ പേര് കൂടി ഉൾപ്പെട്ടാൽ ഏത് തരത്തിൽ അദ്ദേഹം UDFിൻ്റെ കൺവീനറാണ്, അപ്പോൾ അദ്ദേഹം മത്സരിക്കാനായി കോന്നിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അതിനോട് ഏത് തരത്തിലായിരിക്കും മറ്റ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുക എന്നതൊക്കെ നേതൃത്വത്തിന് മുമ്പിൽ ഒരു ചോദ്യം തന്നെയാണ്. അതിനിടയിലാണ് KPCC അധ്യക്ഷ പദവിയിലേക്ക് ആര് എന്ന ഒരു ചോദ്യം സജീവമായിരിക്കുന്നത്. എന്തായാലും മുതിർന്ന ഒരു നേതാവിലേക്ക് തന്നെയാണ് ഈ പദവി എത്തുന്നത്. കാരണം എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു അനിവാര്യതയുണ്ട്. തർക്കങ്ങൾക്കൊക്കെ വഴിവെച്ചാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എടുക്കുന്ന ഒരു തീരുമാനം അതൊരിക്കലും പാളിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ അധ്യക്ഷൻ്റെ പ്രഖ്യാപിക്കുകയുള്ളൂ. എന്നാൽ മുഴുവൻ സമയ ചുമതലയുള്ള ഒരു അധ്യക്ഷനെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഡാൻ, ഒരു കാര്യം, ഇപ്പം ഡാൻ സൂചിപ്പിച്ച 2 പേരുകാർ, ഒന്ന് KC ജോസഫ്, മറ്റൊന്ന് PJ കുര്യൻ, 2 പേരും മുതിർന്ന ആളുകളാണ്. മുമ്പും പാർലമെന്ററിയും പാർട്ടിയുടെയും പദവികൾ ഇരുന്ന ആളുകളുമാണ്. അപ്പോൾ ഇത്തരം മുതിർന്ന മുഖങ്ങളെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരിക ഒരുപക്ഷെ സാമുദായിക ഇക്വേഷൻ പാലിക്കേണ്ടതുകൊണ്ട് ഈ 2 പേരുകാർ എന്നതിനപ്പുറം ഇത്ര മുതിർന്ന നേതാക്കളിലേക്ക് ആലോചന നടക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ KC ജോസഫിന് കാര്യമായ പദവികളോ സാഹചര്യങ്ങളോ ഇപ്പോൾ പാർട്ടിയില്ല. PJ കുര്യനും സമാനമായ രീതിയിലാണ്. പക്ഷേ മുമ്പ് ഇവർ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്നവരല്ലേ എന്നൊരു വിമർശനം ഇവരുടെ പേര് പരിഗണിക്കുമ്പോൾ ഉയർന്നു വരാൻ സാധ്യതയില്ലേ?
അതായത് ആദ്യഘട്ടത്തിൽ പ്രധാനമായി അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കുന്നു. അതോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ മത്സരിക്കുന്നു. അതോടൊപ്പം PC വിഷ്ണുനാഥ് മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നാൽ സ്വാഭാവികമായി പിന്നെ അതിൽ അവശേഷിക്കുന്നത് ഷാഫി പറമ്പിലായിരുന്നു. ആ ഷാഫി പറമ്പിലിനെ കൃത്യമായി പ്രചാരണ സമിതിയുടെ കൺവീനറായി നിയോഗിച്ചിരിക്കുന്നത് കൃത്യമായൊരു ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു യുവാക്കൾക്കിടയിൽ ഒരു ക്രൗഡ് പുള്ളിംഗ് ഇമേജുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ ഈ പ്രചാരണ സമിതിയുടെ ഒരു തലപ്പത്തേക്ക്, അതായത് അതിൻ്റെ ഒരു കടിഞ്ഞാൻ ഷാഫിയിലേക്ക് കൈമാറുന്നതിലൂടെ രമേശ് ചെന്നിത്തല, ശശി തരൂർ, ഷാഫി പറമ്പിൽ ഈ മുഖങ്ങളെ ഉയർത്തിക്കാണിക്കാൻ അവിടെ കഴിയും. അതിലൂടെ ഒരു നേതാക്കൾക്കിടയിൽ ഒരു ബാലൻസിങ് ഉണ്ടാക്കാം, മറ്റ് തർക്കങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യും എന്ന ഒരു വിലയിരുത്തലിലാണ് ഷാഫി പറമ്പിലിനെ കൂടി പ്രചാരണ സമിതിയുടെ കൺവീനറാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ പിന്നെ അവഗണിക്കപ്പെടുന്ന മുതിർന്ന നേതാക്കളുടെ ഒരു നിരയുണ്ട്. ആ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് A ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാവായ KC ജോസഫ്, അതോടൊപ്പം PJ കുര്യൻ. KC ജോസഫ് ഏറെ നാളായി അദ്ദേഹം മത്സരരംഗത്തൊന്നുമില്ല, അദ്ദേഹം മാറി നിൽക്കുകയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നതിനപ്പുറത്തേക്ക് മറ്റ് പദവികളൊന്നും വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നതിലൂടെ കൃത്യമായ ഒരു സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്താനാകുമെന്ന പ്രതീക്ഷയിലായിരിക്കാം ആ പേരുകളുടെ ഈ ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.